യുഡിഎഫിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിന്നിലെ യഥാർത്ഥ ശില്പി കെ.സി. വേണുഗോപാൽ ആയിരുന്നുവെന്ന് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കെ.സി. വേണുഗോപാലായിരുന്നു യു.ഡി.എഫ് വിജയത്തിന്റെ രാജശില്പി. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെ പങ്കും വിജയത്തിൽ നിർണായകമായെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതിൽ ലീഗിന്റെ സമ്മർദ്ദമുണ്ടോയെന്ന കാര്യത്തിൽ താനൊരു അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. അക്കാര്യം എല്ലാവർക്കും അറിയുന്നതാണെന്നും തന്റെ ആഗ്രഹം പിണറായി ഒരു തവണ കൂടി എത്തണം എന്നായിരുന്നുവെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മത്സരരംഗത്ത് ആഗ്രഹിക്കുന്നതെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ തന്നെയും അദ്ദേഹം വളരെ കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ടും സമ്പത്ത് കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും ഈ പ്രവർത്തനത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന ശില്പി വേണുഗോപാലാണെന്ന് പറയാതിരിക്കാൻ ഓർത്തില്ല. 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തെ വിമർശിച്ച് കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ ഇന്ന് സതീശന് സാധിച്ചു എന്നുള്ളത് ചെറുതായും കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിപ്പാട് എം.എൽ.എ കേരളത്തില അദ്ദേഹം വളരെ ആഗ്രഹത്തിലും പ്രത്യേകിച്ച് ഒരുപാട് കാലങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും അപ്പനും ചുണ്ടിനും ഇടയിൽ തട്ടിപ്പോയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാനം കിട്ടും. സീനിയറായതുകൊണ്ടും പ്രവർത്തന പാരമ്പര്യം ഭരണപരിചയമുള്ള ഒരാളെന്നതിൽ അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പ്രതീക്ഷിച്ച വിജയം എൽ.ഡി.എഫ് കിട്ടില്ല. പ്രത്യേകിച്ചും വളരെ പ്രതീക്ഷ എൽ.ഡി.എഫിനും ഞാൻ തന്നെ പറഞ്ഞാണ് പിണറായി ഭരണത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത്. അത് നടക്കുമോ നടക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നടന്നില്ല എന്ന് മാത്രമല്ല, യു.ഡി.എഫ് വളരെ ഗംഭീരമായി ജയിച്ചത് ചെറിയ വോട്ടിനല്ല, വലിയ ഭൂരിപക്ഷത്തിന്. അതും മാത്രമല്ല 100 സീറ്റാണ് അവരെന്ന് പറഞ്ഞതെങ്കിൽ പോലും അത് ലക്ഷത്തിന് പറഞ്ഞതാണ്. പക്ഷേ 102 സീറ്റ് നേടുവാൻ യു.ഡി.എഫ് സാധിച്ചു. ഇതവിടെ കൂട്ടായ പ്രവൃത്തി. അത് രമേശനായാലും വി.ഡി. സതീശനായാലും വേണുഗോപാലായാലും ഇവരെല്ലാം ഒരേ മനസ്സോടുകൂടി തന്നെ യു.ഡി.എഫിനെ നയിച്ച് ഭരണം പിടിച്ചെടുക്കുവാനുള്ള അവരുടെ പരിശ്രമത്തിൽ ഘടകകക്ഷികളും വളരെ സജീവമായി അവരോട് സഹകരിച്ചു.